BJP ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ വളർന്നു വരുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എത്രമാത്രം പിന്നിലേക്കാണ് നമ്മൾ ജീവിതത്തെ കൊണ്ടുപോകുന്നതെന്ന് കാണിച്ചു തരികയാണ്. കഴിഞ്ഞ ദിവസം ഒരു ആഹൂരിയുടെ ഒരു ഫോട്ടോഗ്രാഫർ എത്ര വിദഗ്ധമായിട്ടാണ് അത് പകർത്തിയിരിക്കുന്നത്. ഒരു പക്ഷേ ആ ഫ്ലവർ ടേബിളിന് മുമ്പിൽ ഇല്ലായിരുന്നെങ്കിൽ ആഹോരിയുടെ ഫ്ലവർ അല്ല ഫയർ നമ്മൾ കാണേണ്ടി വന്നേനെ. ആഹോരികൾ വന്നു തുടങ്ങിയത് മലപ്പുറം കുംഭമേളയോടനുബന്ധിച്ചാണ്. അവിടം കൊണ്ട് കഴിഞ്ഞു എന്ന് നമ്മൾ കരുതി ഈ നഗ്നതാ പ്രദർശനം. പക്ഷേ തീർന്നില്ല. BJPയുടെ ഇലക്ഷൻ പ്രചരണത്തിന് പോലും അവർ എത്തിത്തുടങ്ങി. ഞാനല്ലോട്ടോ, ഞാൻ അവിടുന്ന് നടന്നു പോകുമ്പോ ഇവര് ഒരു വണ്ടിയിൽ പോവായിരുന്നു. നിങ്ങൾ BJP കാരനാണെന്ന് ചോദിച്ചു. അതേന്നും പറഞ്ഞു. ഞങ്ങള് എന്താ ഉത്തർപ്രദേശിൽ നിന്ന് വരികയാണ്, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ പറഞ്ഞൊരു കുടുംബയോഗത്തിൽ പോകുന്നു. അപ്പൊ എന്റെ പിന്നിലങ്ങ് വന്നു. ഞാൻ അവരെ അറിയില്ല. അവര് വന്ന് പിന്നെ എന്താ ഡീസലിന് കാശ് ചോദിച്ചു. ഞാൻ 500 രൂപ കൊടുത്തു. ആ വിഭാഗത്തിൽപ്പെട്ടവരെല്ലാം കൂടെ ഇനിയിപ്പോൾ നിയമമണ്ഡലത്തിൽ മുഴുവൻ കേന്ദ്രീകരിച്ച് 10-100 പേര് ഇറങ്ങി പോയാൽ നമ്മൾ കുട്ടികളൊക്കെ പോകണ്ടേ, രാവിലെ സ്കൂളിലൊക്കെ പോകണ്ടേ. ഇപ്പോൾ ഇവർ വിളിച്ചോണ്ട് പോണില്ലേ, പുതിയ മാറ്റം വരും, കേരളത്തിൽ പുതിയ മാറ്റം വരും എന്നൊക്കെ പറഞ്ഞോണ്ട് പോണില്ലേ. അതാണ് എനിക്കിപ്പോൾ ഇങ്ങനെ ഈ മുണ്ടില്ലാതെ വരണതായിരിക്കും പുതിയ മാറ്റം എന്ന് പറയുന്നത്. ഇപ്പൊ ലോകത്തില്ലാത്ത പുതിയ മാറ്റമാണ് ഇതൊക്കെ വരുന്നത്. പിള്ളേരെ കണ്ട് നമുക്ക് കേരളമല്ലേ ഇത് UP ഒന്നല്ലല്ലോ. കേരളത്തിൽ ഇങ്ങനെയുള്ള സംഭവം ഇല്ല. അവര് വിത്തോട്ടായിട്ട് വന്ന് കുറെ ഉദ്രാശം കുറിയിട്ട് മുടിയൊക്കെ വളർത്തി ഒരുമാതിരി വികൃഷ്ട ജീവിയെ പോലെ. അത് അവിടെയൊക്കെ പറ്റും, ഇവിടെ പറ്റും. രാജീവ് ചന്ദ്രശേഖരൻ വിചാരിച്ച് ഇവിടെ എന്ത് നടക്കും എന്നുള്ള ഒരു ധാരണയിലാണ് ഇവിടെ നടത്തിയത്. പക്ഷെ അത് ഇവിടെ ആ വെള്ളം വാങ്ങി വെച്ചിട്ട് നടക്കാവും. ഇവിടെ അത് വേവൂല. ഇവിടെ കയ്യില് വേണ്ട ഒരു ചട്ടി വാങ്ങിച്ചിട്ടൂടെ ഇട്ടൂടെ? നമ്മുടെ കേരളമല്ലേ, ഒരു ചട്ടി ഇട്ടുകൊണ്ട് വന്നൂടെ? അത് മാത്രം മതി. ഓടും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വരാൻ പാടില്ല. പക്ഷെ ഇങ്ങനെ വോട്ട് ചോദിച്ച് വരേണ്ട ആവശ്യം എന്താണ്?